അന്ന് ഇസ്രായേൽ മക്കൾ മഹാദുരിതത്തിലും ശാപത്തിലും അകപ്പെട്ട സന്ദർഭത്തിൽ ദാനിയേൽ തൻ്റെ പാപവും തൻ്റെ ജനത്തിൻ്റെ പാപവും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. സ്നേഹിത, ഇന്ന് ജീവിതത്തിൽ നമ്മൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുകയാണെങ്കിൽ, സർവ്വവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ അസ്വസ്ഥരാണെങ്കിൽ, ഒരുപക്ഷെ നമ്മുടെ ദൈവവിരുദ്ധമായ പ്രവൃത്തികളായിരിക്കാം അതിന് കാരണമായി തീർന്നിരിക്കുന്നത്. ആകയാൽ അന്ന് ദാനിയേൽ ചെയ്തതുപോലെ നമുക്കും നമ്മുടെയും കുടുംബത്തിൻ്റെയും പാപങ്ങൾ തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ കർത്താവേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച ചുങ്കക്കാരനെ പോലെ നമുക്കും നീതീകരിക്കപ്പെട്ടവരായി മാറാൻ സാധിക്കും. അതെ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു.